കല്യാണത്തിന് മുൻപേ ഉള്ള ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഭയങ്കര പാപമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ചത്ത കിളിയുടെ ജാതകം നോക്കാൻ പാടില്ല. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ, ഇത് ഓക്കെ ആയിട്ട് നോക്കിയിട്ട് മതി. സെക്ഷൽ ഡിസോർഡറുകൾ കൂടുതലാണ്, സെക്ഷൽ ഡിസീസ് കൂടുതലാണ്, ടൈമിങ് കുറവായത് കൊണ്ട് കല്യാണം വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ പോലെ നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പോലും സാലറി ഇപ്പോഴും ഭർത്താവിൻ്റെ കയ്യിലാണ് പോകുന്നത്. ഇപ്പോൾ സെക്സ് ടോയ്സിന്റെ കാലം കൂടിയാണ്. സ്വന്തം ബോഡി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ സംതൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത്. പുരുഷന് എത്ര എഫേർട്ട് എടുത്താലും ആ പ്ലഷർ കിട്ടില്ല. സെക്സ് ടോയ്സ് ഇസ് എ ബെസ്റ്റ് ചോയ്സ്. ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. ഹൈജീൻ അല്ലാത്ത സ്ത്രീകളുടെ അടുത്തേക്ക് പോകുന്നതിനേക്കാളും നമ്മൾ പ്രത്യക്ഷത്തിൽ അറിയുന്നില്ല എന്നുള്ളൂ, പരോക്ഷമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കോണ്ടംസ് യൂസ് ചെയ്യാൻ അവർ മടിക്കുന്നു. ചിലവർക്ക് പെട്ടെന്ന് പോകുന്നു എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരാറുണ്ട്. IPL എന്ന് പറയുന്നത് എമർജൻസി കോൺട്രാസെപ്റ്റിക് മെത്തേഡാണ്. അത് ഒരുപാട് എടുക്കുന്നത് വളരെ ഇംപ്ലാന്റ് ചെയ്യുന്ന പുതിയ മെത്തേഡ്സ് ഉണ്ട്. നമ്മുടെ ഗവൺമെൻറ് തന്നെ ഹെൽത്തുകൾക്ക് ഇടിക്കുന്നുണ്ട്. പക്ഷെ ചിലർക്ക് ഭയമാണ്. എല്ലാവരും വിചാരിക്കുന്നത് HIV മാത്രമാണ്, ഗോണേറിയ, സിഫിലിസ്, എന്തെല്ലാം അസുഖങ്ങൾ ഇഷ്ടംപോലെ കയറി വരുന്നുണ്ട്. സെക്ഷൽ ട്രാൻസ്മിറ്റ് ഡിസീസ്, ചൊറിച്ചിലും പുകച്ചിലും ഒക്കെ വരും. ഇന്നും ഡോക്ടറെ അടുത്ത് പോകാൻ വരെ മടിയുള്ള എത്രയോ സ്ത്രീകളുണ്ട്. ഇതെന്തോ മാനസിക പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് വരുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ പറയാൻ മടിയായിട്ട് സ്വയം ചികിത്സിക്കും. അത് ഫംഗൽ ഇൻഫെക്ഷൻ ആണോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ എന്നുള്ളത് നോക്കില്ല. പുരുഷൻ എപ്പോഴും കാരിയറാണ്. പിന്നെയും ഇൻജെക്റ്റ് ആവും, പിന്നെയും ചൊറിയാൻ തുടങ്ങും. പക്ഷെ പുരുഷനും മരുന്ന് കഴിക്കണം. കെട്ടിയോളാണെന്നെ മലാക എന്ന് പറഞ്ഞ സിനിമയിലെ മാരിറ്റൽ റേപ്പ് ആസിഫ് അലി നടത്തുന്നുണ്ട്. പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ്, അല്ലെങ്കിൽ പ്രോപ്പർ സെക്സ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്.